നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താനാണ്. ഫ്രീ ആയിട്ട് കഥകളും കവിതകളൊക്കെ നോവലുകളൊക്കെ വായിക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിൽ തന്നെയുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പ്രതിലിപി എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. നീ കാണുന്നതാണ്. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു ഇമെയിൽ ID ആയിട്ട് കണക്ട് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ട ഭാഷ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ മലയാളമാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 12 ഭാഷകളിലായിട്ട് 25 ലക്ഷത്തോളം കഥകളും കവിതകളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരിക. ഹോമിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു കഥ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ ഇവിടെ വായിക്കൂ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അതൊന്ന് എടുക്കുക. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സ്റ്റോറീസ് വരും. ഇത് പേജ് മറിക്കാനായിട്ട് ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ മതി. എന്നാൽ മാത്രമേ അടുത്ത പേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നോക്കുക കേട്ടോ. ഇത് കുറച്ചൊക്കെ ഫ്രീ ആണ്. കുറേ സ്റ്റോറീസിനൊക്കെ എന്തോ പൈസ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ നമുക്ക് ഓരോ വിഭാഗങ്ങളായിട്ടുണ്ട് കേട്ടോ. ഹൊറർ കഥകൾ, ത്രില്ലർ, ഇങ്ങനെ പ്രണയം, അങ്ങനെ കുറേ കാറ്റഗറി വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ കുറേയൊക്കെ ഇത് വായിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.